ഇല്ല, കൊറേ ആയി കണ്ടിട്ട്. കൊറേ ആയി. ഒരു വർത്താനം പറഞ്ഞാലോ? പറയും ഉമ്മാന്റെ വർത്താനം. എന്താണ് പിള്ളേരെ കാണുന്നത്? പടച്ചാല് കാക്കട്ടല്ലേ, എന്താണോ നോക്കണത്? വല്യമായി പോയി. വല്യമായി ഇനി എന്റെ ഉമ്മാന്റെ വർത്താനം കേക്കട്ടെ, കാരണം ഉമ്മാനെ കണ്ടിട്ട് കൊറേ ആയി. കുഞ്ഞാപ്പ, എടാ കുഞ്ഞാപ്പ, ചെക്കൻ ഒരു പണിയും പറഞ്ഞ അനുസരിക്കില്ല. ചെക്കൻ എങ്ങനെ നടക്കും. ആ വാവ കുരുത്തം കെട്ട വാവ എങ്ങനെ പിന്നാലെ വരും ചെയ്യും, ചെക്കൻ എങ്ങനെ കൊണ്ടുപോകും ചെയ്യും. എന്നോട് പറയാ, ഞാൻ എന്ത് ചെയ്യണം വയസ്സാങ്കാലത്ത്? ചെക്കൻ ഒരു പണിക്കും പോവില്ല. എന്റെ ഒരു തലയിലേത്ത് മാറ്റമായ മോളെ. എന്തായാലും ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഇക്കുള്ള തുണി കുപ്പാക്കെ എടുക്കട്ടെ. ചെക്കനക്ക് വേണമെങ്കിൽ ചെക്കൻ എടുത്തോട്ടെ. ചെക്കൻ ഇവിടെ അവിടെ നടന്നിരുന്നു. ഞാൻ പോട്ടെ മക്കളെന്ന്. അസ്സലാമു അലൈക്കും. ഇന്ന് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയതായിരുന്നു കേട്ടോ. ഞാനും ജാസി, ബാനു, അസ്മ ഒക്കെ കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മുടെ കുഞ്ഞാപ്പുണ്ടല്ലോ, വീഡിയോ ഒക്കെ ചെയ്യുന്ന കുഞ്ഞാപ്പു, ഞങ്ങൾ പ്രവാസി ഗ്രൂപ്പിലും അതേപോലെ തന്നെ ഞങ്ങൾ യൂട്യൂബേഴ്സിൻ്റെ ഗ്രൂപ്പിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവനവിടെ വെച്ചിട്ട് കണ്ടു, അവൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവരോട് സംസാരിച്ചു കേട്ടോ. അപ്പോൾ അവൻ്റെ വല്യമാരുടെ സംസാരമൊക്കെ എനിക്കറിയാം, നല്ലോണം അഭിനയിക്കാൻ വയ്ക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് നേരെ കുഴിമന്തി കഴിക്കാൻ വേണ്ടി പോയിട്ട്, ജാസിൻ്റെതായി റോസ് ചുരിദാർ ഇട്ടില്ലേ, ഓളവാക്കിയാണ് കേട്ടോ മന്തി. നല്ല അടിപൊളി കുഴിമന്തി കേട്ടോ. കേട്ടോ അത് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഓളെ വീട്ടിലേക്കാണ് പോയത്. കാരണം ഓളെ ഹസ്ബൻഡിൻ്റെ അമ്മ ഞങ്ങളെ ശരിക്കും അറിയും. ഞങ്ങളിങ്ങനെ പോയിട്ട് നല്ല പരിചയമാണ് കേട്ടോ. നല്ല സ്വഭാവമുള്ളൊരു ഉമ്മയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ ഓളമ്മാനെ. അപ്പോൾ ഞാനിങ്ങനെ ചോറ് വരണമെങ്കിൽ കുറച്ചാവില്ല, അതിൻ്റെ മുന്നേ ഇങ്ങനെ മയോണൈസ് ഇങ്ങനെ തോണ്ടി തിന്നപ്പോലെ ഒരു രസമായി പറഞ്ഞാൽ വീഡിയോ എടുക്കട്ടെ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷം ജാസിൻ്റെ വീട്ടിലേക്ക് പോയല്ലോ ഉമ്മാനെ കാണാൻ. അപ്പോൾ ജാസ് നല്ല അടിപൊളി ചായ ഉണ്ടാക്കി തന്നു കേട്ടോ. എന്താണ് ഈ ചായൻ്റെ ഒരു ടേസ്റ്റ് ഒന്നും. മന്തി തിന്നുകൊണ്ട് ഇങ്ങോട്ട് നിൽക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ചായ ഇട്ടുമ്പോൾ അതുമല്ല, പാകത്തെ ചൂടും മധുരമുണ്ട്, ഏലക്കായൊക്കെ ഇട്ട് നല്ല ടേസ്റ്റുള്ള പാൽ ചായയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങൾ ജാസി. ഓളിവിടെ വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞങ്ങൾക്ക് ചായയൊക്കെ ഇട്ട് തന്ന്. പിന്നെ ഞങ്ങൾ നിസ്കാരം കഴിഞ്ഞ് ളുഹർ നിസ്കാരം അസ്ർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞങ്ങൾ ഓളെ വീട്ടിൽ നിന്ന് പോകുന്നത്. അപ്പോൾ അതാ ഓളെ ഹസ്ബൻഡിൻ്റെ ഒരുപാട് ഫോട്ടോസുകളുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടി ഇതിൽ കാണിച്ചത് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസുകളുമായിട്ട് നിങ്ങളെ മുന്നിലേക്ക് വീണ്ടും വരും കേട്ടോ. അപ്പോൾ അതുവരേക്ക് എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.